ഹായ് എവ്രി വൺ, വെൽക്കം ടു നോട്ട്ബഡി.in. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡിലെ ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും നോട്ട്ബഡി.in എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ കിട്ടുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളെ ചാപ്റ്റർ വില്യം ഷേക്സ്പിയറിൻ്റെ ജൂലിയസ് സീസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്കിലെ ഒരു കുഞ്ഞു പോർഷനാണ്, ഒരു സ്പീച്ചാണ്. ഓക്കെ, ഈ സ്പീച്ച് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ സ്പീച്ച് ഏത് സമയത്ത് പറയുന്നതാണ്, എന്തിനു വേണ്ടിയിട്ട് പറയുന്നതാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണം അല്ലേ. സോ ആദ്യം നമ്മൾ ആ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാം, എന്നിട്ട് നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. ഓക്കെ, പ്ലോട്ട് ഓഫ് ജൂലിയസ് സീസർ. ജൂലിയസ് സീസർ എന്ന് പറഞ്ഞാൽ റോം ഭരിക്കുന്ന 3 പേരിൽ ഒരാളാണ്. ഈ ജൂലിയസ് സീസറിനെ കൊലപ്പെടുത്താണ് ചെയ്യുന്നത് പാർലമെന്റിൽ വെച്ചിട്ട്. കൊലപ്പെടുത്തുന്ന ആരാന്നറിയോ? കുറച്ച് ആസൂത്രകര്. അതിലെ മെയിൻ ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് ബ്രൂട്ടസ് ആണ്. ബ്രൂട്ടസ് സീസറിന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് കൂടിയാണ്. ഓക്കെ, കൊലപ്പെടുത്തിയ ശേഷം ബ്രൂട്ടസ് അവിടെ നിന്നിട്ട് ഒരു സ്പീച്ച് പറയുന്നുണ്ട്. ഓക്കെ, ആ ഒരു സമയത്ത് അദ്ദേഹം അവിടെയുള്ള ആളുകളെ എല്ലാം കൺവീൻസ് ചെയ്യാണ്. ബ്രൂട്ടസ് കൊലപ്പെടുത്തിയത് നല്ലതിന് വേണ്ടിയിട്ടാണ്, അവിടെ റോമൻ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്, അവിടെയുള്ള ആൾക്കാരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് കൺവീൻസ് ചെയ്ത് ആളുകളെ അങ്ങ് കയ്യിലെടുക്കുകയാണ്. ആ സമയത്താണ് മാർക്ക് ആന്റണി ബ്രൂട്ടസിന്റെ പെർമിഷൻ വാങ്ങിയിട്ട് ഫ്യൂണറൽ യോളജി എന്ന് പറഞ്ഞാൽ ശവസംസ്കാരത്തിന്റെ ആ ഒരു സമയത്തുള്ള ഒരു സ്പീച്ച്, മരിച്ച ആളെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു സംഭവം, അത് പറയാൻ വേണ്ടിയിട്ട് പെർമിഷൻ ചോദിക്കുന്നത് ബ്രൂട്ടസിന്റെ അടുത്ത്. മാർക്ക് ആന്റണി എന്ന് പറഞ്ഞാൽ സീസറിന്റെ വളരെ നല്ലൊരു സുഹൃത്തായിരുന്നു. ബ്രൂട്ടസ് പെർമിഷൻ കൊടുക്കുന്നുണ്ട്. ആന്റണിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആളുകളെ വിശ്വസിച്ചിരിക്കുന്നത് ഇപ്പം ബ്രൂട്ടസ് ചെയ്തത് വളരെ നല്ല കാര്യമാണെന്നുള്ളതാണ്. ഈ ഒരു കാര്യം അവരെ കൊണ്ട് മാറ്റി ചിന്തിപ്പിക്കണം. അതായത് സീസർ ചെയ്ത നല്ല കാര്യങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബ്രൂട്ടസും അവന്റെ അനുയായികളും കോൺസ്പിറേറ്റേഴ്സ്, അതായത് ഗൂഢാലോചനക്കാരും എല്ലാം ചെയ്തത് അവരുടെ സെൽഫിഷ് മോട്ടീവിന് വേണ്ടിയിട്ടാണെന്നുള്ളത് ആളുകളെ മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പീച്ചാണ്. ഇനി നമുക്ക് ആ സ്പീച്ചിലേക്ക് പോവാം. ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ ലെൻഡ് മീ യുവർ ഇയേഴ്സ്. എന്താ പറഞ്ഞത്? സ്നേഹിതരെ, റോമക്കാരെ, സഹരാജ്യവാസികളെ, എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കൂ, എനിക്ക് ചെവി തരൂ എന്നാണ് ഇവിടെ പറഞ്ഞത്. എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? നിങ്ങൾ എനിക്ക് നന്നായിട്ട് ശ്രദ്ധ തരൂ എന്നാണ്. ഐ കം ടു ബറി സീസർ നോട്ട് ടു പ്രേസ് ഹിം. ഞാനിവിടെ വന്നിട്ടുള്ളത് സീസറിനെ പ്രശംസിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അദ്ദേഹത്തിന് എന്താണ്, അടക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. ദ ഈവിൾ ദാറ്റ് മെൻ ഡു ലിവ്സ് ആഫ്റ്റർ ദം. അതായത് മനുഷ്യർ ചെയ്യുന്ന ദോഷങ്ങൾ അവർ മരിച്ചാലും എന്താണ്, ജനങ്ങൾ ഓർത്തുകൊണ്ടിരിക്കും. ദ ഗുഡ് ഈസ് ഓഫ് ഇന്റേർഡ് വിത്ത് ദെയർ ബോൺസ്. പക്ഷെ അവർ ചെയ്ത നല്ല കാര്യങ്ങളായിക്കോട്ടെ, പലപ്പോഴും അത് അസ്ഥികളുടെ കൂടെ എന്താണ്, അടക്കം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറന്നു പോവുകയും ചെയ്യുന്നു. സോ ലെറ്റ് ഇറ്റ് ബി വിത്ത് സീസർ. സീസറിനും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ദ നോബിൾ ബ്രൂട്ടസ് ഹാഡ് told you Caesar was ambitious. മഹാനായിട്ടുള്ള ബ്രൂട്ടസ് നിങ്ങളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? സീസർ അധികാരം മോഹിച്ചു, അല്ലെങ്കിൽ ഭയങ്കര അംബീഷ്യസ് ആയി എന്ന് പറഞ്ഞു അല്ലെ. ഇഫ് ഇറ്റ് വാസ് സോ ഇറ്റ് വാസ് എ ഗ്രീവിയസ് ഫോൾട്ട്. സീസർ അങ്ങനെ അത്യാഗ്രഹി ആയിരുന്നു എന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഫോൾട്ടാണ്, വലിയൊരു പിഴവാണ്. ആൻഡ് ഗ്രീവിയസ്ലി ഹാഡ് സീസർ ആൻസേർഡ് ഇറ്റ്. എന്താ പറഞ്ഞിട്ടുള്ളത്? ആ തെറ്റിന് സീസർ എന്താണ്, കനത്ത വില, വലിയ വില എന്നാ കൊടുത്തിട്ടുള്ളത് അല്ലേ. തന്റെ ജീവനാണ് പോയിട്ടുള്ളത്, കൊലപ്പെടുത്തിയത്. ഹിയർ അണ്ടർ ലീവ് ഓഫ് ബ്രൂട്ടസ് ആൻഡ് ദി റെസ്റ്റ്. എന്താ പറഞ്ഞത്? ബ്രൂട്ടസിന്റെയും മറ്റ് ഗൂഢാലോചനക്കാരുടെയും ഒക്കെ പെർമിഷനോടെയാണ് ഞാനിവിടെ വന്ന് സംസാരിക്കുന്നത്. എന്തുകൊണ്ടാ? ഫോർ ബ്രൂട്ടസ് ഈസ് എൻ ഓണറബിൾ മാൻ. ബ്രൂട്ടസ് എന്താണ്, ഒരു മാന്യനായ മനുഷ്യനാണെന്ന് പറയാണ് അല്ലെ. പക്ഷെ നമ്മൾ ചില സമയത്ത് നെഗറ്റീവ് സെൻസിൽ കാര്യങ്ങൾ പറയും അല്ലെ. അതായത് അയാൾ നല്ല മാന്യനാണെന്ന് പറയും. ശരിക്കും ഉദ്ദേശിക്കുന്നത് അതാണോ? അല്ല, നെഗറ്റീവ് സെൻസിൽ. അതുപോലെയാണ് ഇവിടെയും എന്ത് ചെയ്യുന്നത്, ബ്രൂട്ടസിനെ പറ്റിയിട്ട് പറയുന്നത്. സോ ആർ ദേ ഓൾ ഓണറബിൾ മാൻ. എന്താ പറയുന്നത്? ബ്രൂട്ടസ് ഓണറബിൾ മാൻ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, എല്ലാ ഗൂഢാലോചനക്കാരും മാന്യന്മാർ തന്നെയാണ്. ഈ മാന്യന്മാർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഒരു തമാശ രൂപത്തിൽ അല്ലെങ്കിൽ പരിഹാസത്തോടെ, വേറെ നെഗറ്റീവ് സെൻസിലാണ് പറഞ്ഞിട്ടുള്ളത്. കം ഐ ടു സ്പീക്ക് ഇൻ സീസേഴ്സ് ഫ്യൂണറൽ. അതുകൊണ്ട് തന്നെ ഞാൻ സീസറിന്റെ സംസ്കാര ചടങ്ങിൽ സംസാരിക്കാനാണ് വന്നിട്ടുള്ളത്. ഹി വാസ് മൈ ഫ്രണ്ട്, ഫെയ്ത്ത്ഫുൾ ആൻഡ് ജസ്റ്റ് ടു മീ. സീസർ എനിക്ക് വിശ്വസ്തനും നീതിയുള്ളവനുമായിട്ടുള്ളൊരു ഫ്രണ്ട് ആയിരുന്നു, ഒരു സുഹൃത്തായിരുന്നു. ബട്ട് ബ്രൂട്ടസ് സേസ് ഹി വാസ് അംബിഷ്യസ്. പക്ഷേ ബ്രൂട്ടസ് പറയുന്നത് എന്താണ്? സീസർ അധികാരം മോഹിച്ചു, അല്ലെങ്കിൽ അത്യാഗ്രഹിയാണ്, അംബീഷ്യസ് ആണെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ. ബ്രൂട്ടസ് എന്താണ്? ഓണറബിൾ മാൻ ആണ് അല്ലെ. വീണ്ടും എന്താണ്, പരിഹാസത്തോടു കൂടിയാണ് പറയുന്നത് മാന്യനാണ് ബ്രൂട്ടസ് എന്നുള്ളത്. ഹി ഹാഡ് ബ്രോട്ട് മെനി കാപ്റ്റീവ്സ് ഹോം ടു റോം.
എന്താ പറഞ്ഞത്? സീസർ യുദ്ധത്തിൽ പിടികൂടിയവരെയൊക്കെ എന്താണ് ഒരുപാട് റോമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഹൂസ് റാൻസംസ് ഡിഡ് ദ ജനറൽ കോഫേഴ്സ് ഫിൽ? എന്താ പറഞ്ഞത്? അവരെ മോചിപ്പിക്കാൻ നൽകിയിട്ടുള്ള പണം, അതായത് മോചനദ്രവ്യം എന്ന് പറയും അല്ലെ, അതെല്ലാം റോമിന്റെ ഖജനാവ്, പൊതുഖജനാവാണ് നിറച്ചിട്ടുള്ളത്. അതായത് ആളുകൾക്ക് എല്ലാവർക്കും വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ പണം ഉപയോഗിച്ചിട്ടുള്ളത്. പൊതുഖജനാവിലാണ് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ ആരാ ചെയ്തത്? സീസറാണ് ചെയ്തിട്ടുള്ളത്. ഡിഡ് ദിസ് ഇൻ സീസർ സീം അംബീഷ്യസ്? ഇത് അംബീഷ്യസ് ആയിട്ടുള്ള ഒരാളുടെ പ്രവൃത്തിയാണോ? ഇത് ഒരു അധികാരം മോഹിക്കുന്ന അല്ലെങ്കിൽ അത്യാഗ്രഹിയായിട്ടുള്ള ഒരാളുടെ പ്രവർത്തനങ്ങളാണോ ഇദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. വെൻ ദാറ്റ് ദ പൂർ ഹാവ് ക്രൈഡ് സീസർ ഹാത്ത് വെപ്റ്റ്? ദരിദ്രരായിട്ടുള്ള പൂർ ആയിട്ടുള്ള ആളുകൾ കരയുന്ന സമയത്ത് സീസറും എന്ത് ചെയ്തിട്ടുണ്ട്? കരഞ്ഞിട്ടുണ്ടായിരുന്നു. അംബീഷൻ ഷുഡ് ബി മെയ്ഡ് ഓഫ് സ്റ്റേണർ സ്റ്റഫ്. അംബീഷ്യസ് ആയിട്ടുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ അവര് ഭയങ്കര കഠിന ഹൃദയരായിരിക്കും. യെറ്റ് ബ്രൂട്ടസ് സേസ് ഹി വാസ് അംബീഷ്യസ്. എന്നാൽ ബ്രൂട്ടസ് ഇപ്പോഴും എന്താ പറയുന്നത്? സീസർ അധികാരം മോഹിച്ചു, അല്ലെങ്കിൽ അത്യാഗ്രഹിയാണ്, അല്ലെങ്കിൽ അംബീഷ്യസ് ആണ്. ആൻഡ് ബ്രൂട്ടസ് ഈസ് എൻ ഓണറബിൾ മാൻ. എഗെയിൻ ആൻഡ് എഗെയിൻ എന്താ പറയുന്നത്? ഒരു കളിയാക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ പരിഹാസത്തോടെയാണ് ബ്രൂട്ടസിനെ മാന്യൻ എന്ന് പറയുന്നത്. You all did see that on the Lupercal I thrice presented him a kingly crown. നിങ്ങൾ എല്ലാവരും ഈ ലൂപ്പർക്കൽ ഫെസ്റ്റിവലിന്റെ സമയത്ത് കണ്ടിട്ടുള്ളതാണ്. ആന്റണി 3 തവണയാണ് കിങ്ലി ക്രൗൺ, അതായത് രാജാവിന്റെ കിരീടം അദ്ദേഹത്തിന് സീസറിന് നൽകിയിട്ടുള്ളത്. വിച്ച് ഹി ഡിഡ് ത്രൈസ് റെഫ്യൂസ്. വാസ് ദിസ് അംബിഷൻ? 3 തവണയും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? സീസർ അത് റെഫ്യൂസ് ചെയ്തിട്ടുണ്ട്, നിരസിച്ചിട്ടുണ്ട്. ഇതാണോ നിങ്ങൾ പറയുന്ന അംബീഷൻ, അല്ലെങ്കിൽ അംബീഷ്യസ് ആയിട്ടുള്ള ഒരാള്, അത്യാഗ്രഹി ഇങ്ങനെയാണോ ഉണ്ടാവുക? ലൂപ്പർക്കൽ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അവിടെ നടക്കുന്ന റോമനിൽ നടക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്. എല്ലാ ഫെബ്രുവരി 15-നും ആ ഒരു ഉത്സവം നടക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്താണ് ഈ ഒരു കിങ്ലി ക്രൗണ് കൊടുത്തിട്ടുള്ളത്. ആ സമയത്തൊക്കെ അവര് നിരസിക്കുകയാണ് ഉള്ളത്. യെറ്റ് ബ്രൂട്ടസ് സേസ് ഹി വാസ് അംബീഷ്യസ്. എന്നാൽ ബ്രൂട്ടസ് ഇപ്പോഴും പറയുന്നത് എന്താണ്? സീസർ അധികാരം മോഹിച്ചു, അംബീഷ്യസ് ആണ്. ആൻഡ് ഷുവർ ഹി ഈസ് എൻ ഓണറബിൾ മാൻ. ഷുവർ ആയിട്ടും, തീർച്ചയായും ബ്രൂട്ടസ് എന്താണ്? മാന്യനാണ്. ഓക്കെ, ആ മാന്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം എന്താണ്? ഡബിൾ മീനിങ്ങിലാണല്ലേ പറയുന്നത്, നെഗറ്റീവ് സെൻസിലാണ് മാന്യം എന്ന് പറയുന്നത്. കാരണം അവിടെയുള്ള ഓഡിയൻസിന് അത്രയും ക്ലിയർ ആക്കി കൊടുക്കുകയാണ് സീസർ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് അല്ലെ. 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. മോചനദ്രവ്യം കിട്ടിയ സമയത്ത് സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാതെ അത് പൊതുഖജനാവിലാണ് വെച്ചിട്ടുള്ളത്, അതായത് ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് പാവപ്പെട്ട ആളുകൾ കരയുന്ന സമയത്ത് സീസറും കരഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന്. മൂന്നാമത് പറഞ്ഞ കാര്യം എന്തായിരുന്നു? 3 തവണ കിങ്ലി ക്രൗൺ കൊടുത്ത സമയത്തും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? അത് റെഫ്യൂസ് ചെയ്യാണ് ചെയ്തത്. ആ കിങ്ലി ക്രൗൺ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഇത്രയും ചെയ്തിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞാൽ അത് അംബീഷ്യസ് ആണോ അല്ല എന്നുള്ളത് എന്താണ് അവിടെയുള്ള ഓഡിയൻസിന് മനസ്സിലാവും. ഐ സ്പീക്ക് നോട്ട് ടു ഡിസ്പ്രൂവ് വാട്ട് ബ്രൂട്ടസ് സ്പോക്ക്. ബ്രൂട്ടസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാനല്ല ഞാൻ സംസാരിക്കുന്നത്. ബട്ട് ഹിയർ ഐ ആം ടു സ്പീക്ക് വാട്ട് ഐ ഡു നോ. എനിക്ക് അറിയുന്ന കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. യു ഓൾ ഡിഡ് ലവ് ഹിം വൺസ് നോട്ട് വിത്തൗട്ട് കോസ്. നിങ്ങളെല്ലാവരും ഒരിക്കൽ സീസറിനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു, അതിന് നല്ലൊരു കാരണവും ഉണ്ടായിരുന്നു. വാട്ട് കോസ് വിത്ത് ഹോൾഡ് യു ദെൻ ടു മോൺ ഫോർ ഹിം. പിന്നെ എന്താണ് ഈ സമയത്ത് എന്താണ് നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി കരയാത്തത്, എന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയാണ്. ഓ ജഡ്ജ്മെന്റ് ദോ ആർട്ട് ഫ്ലഡ് ടു ബ്രൂട്ടിഷ് ബീറ്റ്സ്. നിങ്ങളുടെ വിവേകം എവിടെ പോയി? നിങ്ങൾ മൃഗങ്ങളിലേക്ക് പോയോ? നിങ്ങൾ മൃഗങ്ങളുടെ, അതായത് ക്രൂരമായിട്ടുള്ള മൃഗങ്ങളുടെ വാക്കുകളിൽ വീണുപോയോ എന്ന് ചോദിക്കുകയാണ്. ആൻഡ് മെൻ ഹാവ് ലോസ്റ്റ് ദെയർ റീസൺ ബെയർ വിത്ത് മീ. മനുഷ്യർക്ക് എന്താണ് അവരുടെ വിവേകം നഷ്ടപ്പെടുത്തിയോ? അതായത് അവർക്ക് ശരി ഏതാണ് തെറ്റ് ഏതാണെന്നുള്ള ആ ഒരു യുക്തിബോധം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. മൈ ഹാർട്ട് ഈസ് ഇൻ ദി കോഫിൻ ദർ വിത്ത് സീസർ. എൻ്റെ ഹൃദയം ഇപ്പോൾ സീസറിൻ്റെ കൂടെ ആ ഒരു ശവപ്പെട്ടിയിലാണ്. ആൻഡ് ഐ മസ്റ്റ് പോസ്റ്റ് ടിൽ ഇറ്റ് കം ബാക്ക് ടു മീ. അപ്പം ഞാൻ എൻ്റെ മനസ്സ് തിരിച്ചു വരുന്നവരെ സംസാരിക്കുന്നത് നിർത്തണം. ഇത്രയും പറഞ്ഞിട്ടാണ് നമ്മളെ ഈ ഒരു സ്പീച്ച് ഇവിടെ അവസാനിക്കുന്നത്. ഓക്കെ, ഈ ഒരു സ്പീച്ച് കഴിയുന്നതോടെ എന്താ സംഭവിക്കുന്നതെന്നറിയോ? റോമിലുള്ള ജനങ്ങളെല്ലാവരും ബ്രൂട്ടസിനെയും മറ്റ് കൂടെ ഉണ്ടായിരുന്ന ആളുകളില്ലേ, ഗൂഢാലോചനക്കാർ, അവരെല്ലാവരെയും എതിർക്കുകയാണ് ചെയ്യുന്നത്. പ്രതികാരത്തിനായിട്ട് അവരെന്താണ്, അവരെ റോമിൽ നിന്നും ഓടിക്കുകയും ചെയ്യുന്നുണ്ട്. ആന്റണി അധികാരം പിടിച്ച് സീസറിന്റെ സഹോദരപുത്രനായിട്ടുള്ള ഒക്ടേവിയസ് ഉണ്ട്. ഒക്ടേവിയസിനെയും മറ്റുള്ളവരെയും ഒക്കെ കൂട്ടിയിട്ട് ബ്രൂട്ടസിനെയും കാഷ്യസിനെയും എതിരെ യുദ്ധം നടത്തുന്നുണ്ട്. അവസാനം ഈ ഗൂഢാലോചനക്കാര് തോൽക്കുകയും മരിക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത്.
ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് വെർബൽ ഐറണിയാണ്. നമ്മൾ പറഞ്ഞു വിരോധാഭാസം അല്ലേ? മാന്യൻ എന്നൊക്കെ പറയുന്ന സമയത്ത് അത് ആക്ച്വലി മാന്യൻ എന്നാണോ ഉദ്ദേശിക്കുന്നത്? അല്ല. അതാണ് വെർബൽ ഐറണി എന്ന് പറയുന്നത്. അതിനെപ്പറ്റി കൂടുതലായിട്ട് ഉള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ notebuddy.in എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിലുണ്ട്. ക്ലാസ് മനസ്സിലായോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും ചോദിക്കാം. സോ ടെക്സ്റ്റൊക്കെ നന്നായിട്ട് വായിക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.